ഈ ശബരിമല വലിയ ദുരൂഹത വീണ്ടും വീണ്ടും പുറത്തു വരികയാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ, ഇത് എല്ലാ തെളിവുകളും പുറത്തു വരികയാണ്. ഇപ്പോൾ ഇത് ഏറ്റെടുത്ത പ്രൈവറ്റ് കമ്പനി വ്യക്തമാക്കിയിരിക്കുകയാണ്, അവിടെ ചെമ്പുപാളികൾ മാത്രമേ എത്തിയിട്ടുള്ളൂ. അതിനർത്ഥം എന്താ? സ്വർണം ഇവിടെ വെച്ച് തന്നെ അടിച്ചു മാറ്റി, ചെമ്പുപാളികൾ മാത്രം ചെന്നൈയിലെത്തിച്ചു. ഹൈക്കോടതി ഒരു വലിയ നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് മാറ്റി കൊണ്ടുപോയതിന് ശേഷം 1 മാസവും 9 ദിവസവും കഴിഞ്ഞ് 39-40 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ചെന്നൈയിൽ എത്തിച്ചത്. അപ്പോൾ 39 ദിവസം എവിടെയായിരുന്നു സാധനം? അപ്പോൾ ഈ ചെമ്പിൻ്റെ ഇതേ മോഡലിലുള്ളൊരു മോൾഡ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു ആ ദിവസം മുഴുവൻ. മനസ്സിലായില്ലേ? സ്വർണ്ണം അവിടെ എത്തിയിട്ടില്ല, സ്വർണ്ണം ഇവിടെ വെച്ച് തന്നെ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ചോദിച്ചു, ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി? ആരാണ് ഇദ്ദേഹത്തെ ഏൽപ്പിച്ചത്? ഇദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം എന്താണ്? ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണത്തിൽ മാത്രമേ ഇവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകാൻ പാടുള്ളൂ. സ്വർണം പൂശണമെങ്കിൽ അതിൻ്റെ ആ അമ്പലത്തിൻ്റെ അവിടെ വെച്ച് തന്നെ പൂശണം. ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് ആരാണ്? അപ്പോൾ ദേവസ്വം ബോർഡ് അധികാരികൾക്കും സർക്കാരിനും എല്ലാവർക്കും കൃത്യമായ പങ്കുണ്ട്. ഇവർ അയ്യപ്പനെ പോലും ഇവരിൽ നിന്ന് സംരക്ഷിക്കേണ്ട സ്ഥിതിയിലാണ്. അയ്യപ്പ വിഗ്രഹത്തെ പോലും ഇവരിൽ നിന്ന് സംരക്ഷിക്കേണ്ട സ്ഥിതിയിലാണ്. ഇതുമാത്രമല്ല, എന്തെല്ലാം ശബരിമലയിൽ നിന്ന് ഇവരെ അടിച്ചു മാറ്റിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിനിടയിൽ എന്ന് പ്രത്യേകമായ പരിശോധന നടത്തേണ്ട സമയമാണ്.